അതെ, നിങ്ങൾക്ക് ഞാൻ ഒരു സൂത്രം പണി കാണിച്ചു തരാമേ. സൂത്രം എന്തെന്ന് പറഞ്ഞാൽ, ഇത് മുരിങ്ങാക്കായാണ്. മുരിങ്ങാക്കായ ഇപ്പം ഇതിലൊന്നുമില്ല, കണ്ടല്ലോ, വെറും തോടാണ്. ഈ മുരിങ്ങാക്കായ ഞാൻ ഈ കരണ്ടി വെച്ച്, ഈ കരണ്ടി അതായത് സ്പൂണ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചീന്തിയിട്ട്, കണ്ടല്ലോ, ഇങ്ങനെ ചെറുതായിട്ട് ചീന്തിയിട്ട് തോരന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ തോട് എന്ത് ചെയ്യുമെന്ന് മനസ്സിലായ? കാരണം ഇതെന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ തോട് ചില മുരിങ്ങാക്കായ, അതായത് നാടൻ മുരിങ്ങാക്കായ്ക്കാണെന്നുണ്ടെങ്കിൽ തോടിന് നല്ല രുചിയായിരിക്കും. അത് നമുക്ക് മീൻകറിയിലൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ കടിച്ചുറിഞ്ചിയൊക്കെ കഴിക്കും. ഞാൻ അങ്ങനെ ചെയ്യും, അതുകൊണ്ട് പറഞ്ഞതാണ്. നല്ല ടേസ്റ്റായിരിക്കും. പക്ഷേ ചില നാടനല്ലാത്ത മുരിങ്ങാക്കായ്ക്കാണെന്നുണ്ടെങ്കിൽ അത് തടി കണക്കിരിക്കും, രുചി കുറവായിരിക്കും, നമുക്കങ്ങനെ കടിച്ചുറിഞ്ഞാലും തോന്നില്ല. പക്ഷെ അങ്ങനെയുള്ളതാകുമ്പോൾ നമ്മളിങ്ങനെയുണ്ട് ഇങ്ങനെ പരണ്ടി എടുക്കും, കരണ്ടിക്ക്. ഓക്കെ, പരണ്ടി എടുത്തിട്ട് ഇതുണ്ടല്ലോ ഇങ്ങനെ ചെറുതായിട്ടാക്കിയിട്ട് നമ്മൾ തോരൻ വയ്ക്കുക എടുക്കും. തോരൻ വയ്ക്കുക, തീയൽ വയ്ക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം, അല്ലാണ്ട് കറി വയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇത് കണ്ടോ, ഞാനിപ്പോൾ കുറച്ച് കടിച്ചുറിഞ്ചി വെച്ചേക്കുന്നതാണ്. ഇതിനെ നമുക്ക് അവിച്ച് വെള്ളം കുടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അവിച്ച് വെള്ളം കുടിക്കുന്നതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുരിങ്ങാക്ക മൊത്തത്തിൽ വെച്ചിട്ട് നമ്മൾ മുഴുവനെ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് നമ്മളങ്ങനെ വെള്ളം കുടിക്കും. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണിത്. അങ്ങനെ നമ്മൾ ചെയ്യും, എന്തായാലും ഞാൻ ചെയ്യും. നമ്മൾ വണ്ണം വയ്ക്കാനല്ലല്ലോ നമ്മൾ ശ്രമിക്കുന്നത്, നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കഴിക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാ കടിച്ചുറിഞ്ചി വെച്ചേക്കുന്നത്. ഈ തോടിന് നമ്മൾ കടിച്ചുറിഞ്ചി കുടിക്കും ചാറ്. ആദ്യമൊക്കെ നമ്മൾ കുടിക്കുമ്പോഴും നമുക്കൊരു അല്ലായ്മയെ തോന്നും. പക്ഷെ അത് സ്ഥിരം ആകുമ്പോഴത്തേക്കും നമുക്കൊന്നും തോന്നൂല. നല്ല ഹെൽത്തിയാണ് കേട്ടോ, നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. കണ്ടോ, ആദ്യമൊക്കെ നമുക്ക് കുടിക്കുമ്പോഴത്തേക്ക് ഒരു വല്ലായ്മയായിരിക്കും. അതിന് ശേഷം നമ്മളത് സ്ഥിരമായുമ്പോൾ ഒരു കുഴപ്പവും കാണില്ല. കണ്ടോ, ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ആരോഗ്യമായിരിക്കും കേട്ടോ. നമ്മൾ ഏത് സാധനവും നെയ്യുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഈ പച്ചില വർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. താങ്ക് യു.